ആരുടെയെങ്കിലും വീട്ടിൽ കോഴിയെ വളർത്തുന്നുണ്ടോ ആ വീട്ടിന് വലിയ ബറക്കത്തുണ്ടെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കോഴിയെ നമുക്ക് വളർത്താം, പക്ഷെ കോഴീന്റെ സ്വഭാവം കാണിക്കാൻ പാടില്ല. അങ്ങനെ സംഭവം. കോഴിയെ വളർത്തുന്നതിന് പ്രശ്നമില്ല, പക്ഷെ കോഴീന്റെ സ്വഭാവം കാണിക്കാൻ പാടില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. കോഴിയെ വലിയ ബറക്കത്താണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കോഴിയെ വളർത്തിയുള്ള ഒരു ഗുണം എന്താണെന്ന് അറിയോ? ആർക്കെങ്കിലും അറിയോ? കോഴിയെ വളർത്തിയാലുള്ള ഒരു ഗുണം സുബ്ഹാനല്ലാഹ്, പ്രാക്കും കണ്ണേറും നമുക്ക് ഫലിക്കുകയില്ല, നമ്മുടെ മക്കൾ കേൾക്കുകയില്ല, നമ്മുടെ സ്ഥാപനത്തിന്, നമ്മുടെ വീടുകൾക്ക്, നമ്മളുടെ ശരീരത്തിന് സുബ്ഹാനല്ലാഹ് പ്രാക്കും കണ്ണേറും ഏൽക്കുകയില്ല. സുബ്ഹാനല്ലാഹ്, നമ്മുടെ വീട്ടിൽ നല്ലൊരു വാഴക്കൊല ഇങ്ങനെ നിൽക്കുക, അപ്പോഴാണ് അപ്പുറത്തോട് ആമിന താത്ത നടന്നു പോകുന്നത്. ആമിന താത്ത ഈ വാഴക്കൊല നോക്കേണ്ടി, പടച്ചോനെ ഇത് കണ്ടോടി, എന്ത് നല്ല വാഴക്കൊലയാണ് പടച്ചവനെ. നാളെ നിങ്ങൾ ആ വീട്ടിൽ പോയി നോക്കൂ, വാഴ പോയിട്ട് കൊല പോയിട്ട് നിന്ന് അടയാളം പോലും കാണില്ല, കരിഞ്ഞു പോകും. അത്രയ്ക്കും ചില വാക്കുകൾ, അറം പറ്റുന്ന വാക്കുകൾ കോഴി വളർത്തുന്ന വീട്ടിൽ ഉണ്ടാവുകയില്ല. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ വീട്ടിൽ ബറക്കത്തുള്ള വീടുകളാക്കി അല്ലാഹു കബൂലാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ കോഴിയെ വളർത്തുന്നത് വലിയ ബറക്കത്താണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കോഴിയെ വളർത്തുന്ന വീട്ടിലേക്ക് പിശാച് കടക്കുകയില്ല, കോഴിയെ വളർത്തുന്ന വീട്ടിലേക്ക് ശൈത്താന്റെ ശല്യം ഉണ്ടാവുകയില്ല. ഹബീബായ മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അഹബ്ബുദ്ദുയൂരി ഇലല്ലാഹി അദ്ദീഖൂ. പക്ഷികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പക്ഷി, അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പക്ഷി അത് കോഴിയാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് വഅക്സിറൂ ഫീ ബുയൂതികും മിനദ്ദീഖതി, നിങ്ങളുടെ വീടുകളിൽ കോഴികളെ അധികരിപ്പിക്കണേ, വർദ്ധിപ്പിക്കണേ. കാരണം എന്താണെന്നറിയുമോ? ആ കോഴിയുള്ള വീടുകളിൽ പിശാച് അടുക്കുകയില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട്ടിൽ കോഴിയുണ്ടായിരുന്നു, നല്ല വെളുത്തൊരു പൂവൻകോഴി അല്ലാഹുവിന്റെ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളർത്തിയിരുന്നു. ആ കോഴിയെ നോക്കിയിട്ട് മുത്തു റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, എന്റെ വീട്ടിലെ ഈ പൂവൻകോഴി എന്റെ മിത്രമാണ്, എന്റെ മിത്രമായ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മിത്രമാണ്, കൂട്ടുകാരനാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. മലക്കുകൾക്കൊക്കെ കോഴിയെ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് കോഴിയുള്ള സ്ഥലത്ത് അതാ ശൈത്താൻ വന്നു കഴിഞ്ഞാൽ മലക്കുകൾ അടിച്ചോടിക്കും. കാരണം ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് അതാ ഇഷ്ടപ്പെടാത്ത ഒരാൾ വരുമ്പോ മലക്കുകൾ സമ്മതിക്കുകയില്ലല്ലോ. നമ്മളാണെങ്കിലും അങ്ങനെയല്ലേ? അതാ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരാൾ അയാളെ കാണാൻ വരുമ്പോ നമ്മൾ ആ സ്വഭാവം കാണിക്കുകയുണ്ടല്ലോ. പക്ഷേ അങ്ങനെ ആരും കാണിക്കാൻ പാടില്ല. ഒരാളോടും വൈരാഗ്യവും വെക്കണ്ട, ഒരാളോടും വിദ്വേഷവും വെക്കണ്ട. ആ കൽബുള്ള മനുഷ്യനാണോ നിന്റെ നിസ്കാരം അല്ലാഹുവിന് വേണ്ട മോനെ. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഒരു വീട്ടിൽ കോഴിയുണ്ടെങ്കിൽ അവിടെ പിന്നെ പിശാച് കേറുകയില്ല. ഇന്ന് വീടുകളിലൊക്കെ ശൈത്താന്റെ ശർറാണ്. പടച്ചവനെ എത്ര പേരാണ് ശൈത്താന്റെ ശർറ് കൊണ്ട് വിഷമിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, കല്യാണം കഴിപ്പിക്കാൻ പോലും പറ്റാത്ത എത്രയോ കുടുംബങ്ങളാണ് വിളിച്ച് സങ്കടം പറയുന്നത്. പടച്ചവനെ, മടവൂർ CM വലിയുള്ളാന്റെ കറാമത്ത് കൊണ്ട് മുഴുവൻ ശൈത്താനും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ശൈത്താൻ ശരീരത്തിലുള്ള ഒരാള് CM വലിയുള്ള നടന്നു വരുന്ന കാണുമ്പോ ഇറങ്ങി ഓടുമെന്ന് ചില ആൾക്കാർ കണ്ട അനുഭവം പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മുടെ വീട്ടിൽ കോഴി ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങളാണ്. ഇതൊരു തമാശയായിട്ട് കാണാനുള്ള വിഷയമല്ല. നമ്മുടെ ഉമ്മമാർക്ക് ഇപ്പൊ കോഴി വളർത്താൻ സമയമില്ല. സുബ്ഹാനല്ലാഹ്. ആട്ടിനെ വളർത്താൻ സമയമില്ല. അപ്പൊ പറയും, ഉസ്താദേ നിങ്ങൾക്ക് അതൊക്കെ പറയാ, നിങ്ങൾ ഈ പ്രസംഗിക്കുന്ന പോലൊന്നുമല്ല കോഴി വളർത്തുന്നതല്ലേ. നിങ്ങൾക്ക് ഈ മൈക്കിരുന്ന് ഇങ്ങനെ നല്ല ഫാനും നല്ല തണുപ്പൊക്കെ കൊണ്ട് പറയാ അല്ലേ, കോഴി വളർത്താൻ വെച്ച് കഷ്ടപ്പാടാ.
ഉസ്താദ് വന്ന് നോക്ക് എന്നൊക്കെ ചിലപ്പോൾ ചില ആൾക്കാർ പറയും. അങ്ങനല്ല, പ്രസംഗിക്കുന്നതിന് വലിയ കഷ്ടപ്പാടാ. സുബ്ഹാനല്ലാഹ്. പ്രസവിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ എല്ലും ഞരമ്പും ഒരു സ്ത്രീയുടെ എല്ലും ഞരമ്പൊക്കെ അനങ്ങുമെന്ന് ശാസ്ത്രലോകം പറയുന്നുണ്ട്. അതേപോലെയാണ് ഒരു പ്രസംഗിക്കുന്ന ആളുടെ ഒരവസ്ഥയും, അവരുടെ ശരീരം മുഴുവനും അനങ്ങുന്നതാണ്. സുബ്ഹാനല്ലാഹ്. ചില ആൾക്കാർ പറയുന്നുണ്ട് പ്രസംഗിക്കുന്നവർ വളരെയധികം സൂക്ഷിക്കണം, ഓവർ സൗണ്ട് എടുക്കാൻ പാടില്ല, കാരണം നമ്മളുടെ ഹേർട്ടിന് പ്രശ്നം ഉണ്ടാകുന്നു. പക്ഷേ അള്ളാന്റെ ഇൽമു പറയുന്നവർക്ക് ഒരു കുഴപ്പവും ഉണ്ടാവുകയില്ല. അപ്പോൾ ഒരാളുടെ വീട്ടിൽ കോഴിയെ വളർത്തി കഴിഞ്ഞാൽ ആ വീട്ടിൽ പിശാചിന്റെ ശല്യം ഉണ്ടാവുകയില്ല. അള്ളാന്റെ മലക്കുകൾക്ക് വലിയ ഇഷ്ടമാണ് കോഴിയെ. കാരണം എന്താണെന്നറിയുമോ? അള്ളാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്തൊരു മലക്കുണ്ട്. ആ മലക്കിന്റെ രൂപം പൂവങ്കോഴിയുടെ രൂപമാണ്. കിതാബുകൾ മറിച്ചു നോക്കിയാൽ നമുക്ക് കാണാം. അതുകൊണ്ട് കോഴിയെ വളർത്തണം. അല്ലാഹു തആല കബൂലാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകാര്യതയുള്ള മജ്ലിസാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്കുകളൊക്കെ വലിയ ബറക്കത്തുള്ള വാക്കുകളാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഓരോ പ്രവചനങ്ങളും ഓരോ ഹദീസുകളും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അങ്ങ് പകർത്തിയാൽ അവന്റെ ജീവിതത്തിൽ വലിയ സന്തോഷം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരുവിധ സംശയവും വേണ്ട. മൊഴികളെല്ലാം മധുരമാണ്, മതിവരാച്ചിരി അഴകുമാണ്, കെളിമ ചൊല്ലിയ അതരമെല്ലാം കരളിലെഴുതിയൊരിസുമുമാണ്. മൊഴികളെല്ലാം മധുരമാണ്, മതിവരാച്ചിരി അഴകുമാണ്, കെളിമ ചൊല്ലിയ അതരമെല്ലാം കരളിലെഴുതിയൊരിസുമുമാണ്. അവിടുത്തെയുടെ മൊഴികളെല്ലാം മധുരമാണ്. അവിടുത്തെ സ്നേഹിച്ചവരാരോ പരാജയപ്പെട്ടിട്ടില്ല. അല്ലാഹ് പുന്നാര റസൂലുള്ളാഹി തങ്ങളുടെ മദീന കാണാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാഹ്.